യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായം 20-21 വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതിയുടെ പക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, അവരുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്: നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ അവരുടെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. വിശ്വസിച്ച് തീഷ്ണതയോടെ പറഞ്ഞ് ഹല്ലേലൂയ. വിശ്വസിച്ച് തീഷ്ണതയോടെ ഒന്നുകൂടെ പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിന് ഒരു വ്യക്തി ജീവിതത്തെ വിട്ടുകൊടുത്താൽ ആ വ്യക്തി മാത്രമല്ല, അവരുടെ തലമുറകൾ അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് നിറയണം, നമ്മുടെ കുടുംബത്തിൽ നിറയണം. അത് തലമുറയ്ക്ക് അനുഗ്രഹമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, ഒരു സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ സമ്പാദ്യങ്ങളെക്കാൾ ഉപരിയാണ് ദൈവത്തിൻ്റെ സമ്പത്തായ പരിശുദ്ധാത്മാവ്. ആ സമ്പത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിച്ചാൽ, ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറഞ്ഞാൽ, അത് തലമുറകളിലേക്ക് വലിയൊരു അനുഗ്രഹമാണ്. എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ അവിടുത്തെ തിരുസാന്നിധ്യത്താൽ എൻ്റെ ഉള്ളം പൂരിതമാകട്ടെ. എൻ്റെ ഉള്ളിലെ എല്ലാ പ്രകാശത്തെയും നിർവീര്യമാക്കുമാറ് അവിടുത്തെ ആത്മപ്രകാശം എന്നിൽ നിറയട്ടെ. കർത്താവെ, അങ്ങയുടെ ജ്ഞാനത്താൽ, അങ്ങയുടെ ചൈതന്യത്താൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ അവിടുന്ന് പ്രകാശപൂരിതമാക്കണമേ. പാപത്തിൻ്റെ എല്ലാ വേരോട്ടങ്ങളും വേരുകളും അവിടുത്തെ ആത്മാവിൻ്റെ അഗ്നിയാൽ ദഹിച്ചു പോകട്ടെ. ആത്മാവിൻ്റെ അന്ധകാരാവൃതമായ എൻ്റെ ശരീരത്തിലും മനസ്സിലും കുടിയിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ആത്മശക്തിയുടെ പ്രകാശത്താൽ ഇപ്പോൾ ഇല്ലാതാകട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അഗ്നിശക്തിയായി ദൈവിക പ്രകാശമായും ഇപ്പോൾ നിറയണമേ. എല്ലാ മക്കളും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് നല്ല തീക്ഷ്ണതയോടെ, ആഗ്രഹത്തോടെ, ദൈവത്തിന് അഗ്നി നിറയാനുള്ള ആഗ്രഹത്തോടെ കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഇപ്പോൾ അവിടുന്ന് ഈ ലോകത്തിലേക്ക് ആവസിക്കണമേ. ഞങ്ങളുടെ ചിന്തയിൽ നിറയണമേ, ഞങ്ങളുടെ ശരീരത്തിൽ നിറയണമേ, ഓരോ കുടുംബങ്ങളിൽ ഇപ്പോൾ നിറയണമേ. എല്ലാ വ്യക്തികളെയും ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് ആവസിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള വചനത്തെ ശ്രവിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അസ്വസ്ഥകൾ നീങ്ങിപ്പോകട്ടെ. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. നെഗറ്റീവ് ചിന്താഗതികൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ളതായ അന്ധകാരാവൃതമായ അവസ്ഥകൾ മാറിപ്പോകട്ടെ. പ്രകാശം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, കൃപാവരം ജ്വലിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവിക തേജസ്സേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യാൻ ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി ജ്വലിക്കട്ടെ. ഓരോ ജീവിതങ്ങളും ആത്മാവിൽ ഇപ്പോൾ പൂരിതമാകട്ടെ. ഒരു പ്രത്യേക പ്രകാശം നിറയട്ടെ, ഒരു അഭിഷേകം ഓരോരുത്തരും ഇപ്പോൾ പ്രാപിക്കട്ടെ. വിശുദ്ധരിൽ നിറഞ്ഞ ദൈവിക ശക്തി, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്ത പരിശുദ്ധാത്മ ശക്തി, പൂർവ്വപിതാക്കളെ ജ്ഞാനികളാക്കിയ ദൈവശക്തി ഇപ്പോൾ എല്ലാ മനസ്സുകളിലും വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കൈകൾ കൊട്ടി. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ, അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മനസ്സുകൾ, ഒരിക്കൽ കൂടെ ആത്മശക്തിയാൽ ജ്വലിക്കാണെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ജീവനിലേക്ക് നയിക്കുന്ന ഓ ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് അതിശക്തമായിട്ട് വ്യാപരിക്കണമേ.
നിരാശരം ഭയചകിതരമായിരുന്നു അപ്പോസ്തലന്മാർ നിറഞ്ഞ ദൈവശക്തിയെ പരിശുദ്ധാത്മാവേ ശക്തി ലഭിക്കാൻ, ധൈര്യം ലഭിക്കാൻ ആവസിക്കണം. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവേ അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം പരിശുദ്ധാത്മാവ് ഓരോ അഭിഷേകം ഓരോ ജീവിതങ്ങളിലും ആത്മശക്തി നിറയട്ടെ. അഭിഷേകം ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിൽ പൂരിതമാകട്ടെ. അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയെ ആത്മാവിൽ നയിക്കപ്പെട്ടവളായ അമ്മയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അമ്മ ആത്മാവിൽ നിറഞ്ഞ് നയിക്കപ്പെട്ടവളാണല്ലോ. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാം. അമ്മേ, എന്നും അമ്മയോടുള്ള ഹൃദയത്തിൻ്റെ ഒരടുപ്പ് സൂക്ഷിക്കാം. അമ്മയെന്ന് ഒന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവമാതാവേ അമ്മ സാന്നിധ്യമാകണമേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, എന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. അമ്മേ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ, ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. 5 ദിവസത്തെ ആന്തരിക ശാരീരിക സൗഖ്യത്തിലൊക്കെ പങ്കുചേർന്ന് അതേ അഭിഷേകത്തിൽ നിലനിൽക്കാനായിട്ട് വീണ്ടും എല്ലാ 2ാം ശനിയാഴ്ച ഇവിടെ നടക്കുന്ന കൺവെൻഷന് വേണ്ടി വരുന്ന മക്കളുണ്ട്. അതൊരു ഫോളോ അപ്പാണ്. ചിലപ്പോൾ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ചിലരൊക്കെ സങ്കടത്തോടെ പറയും, അച്ഛാ അവർ പഴയ സ്പിരിറ്റ് കിട്ടുന്നില്ല, അച്ഛാ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. എവിടെയോ അതൊക്കെ ചോർന്നു പോയി, എവിടെ പോയെന്നറിയത്തില്ല. മറ്റു ചിലർ സങ്കടത്തോടെ പറയും, അച്ഛാ ധ്യാനം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പ്രത്യേക ഒരു പ്രലോഭനം ഉണ്ടായച്ചാ പോയി. അപ്പം ഞാൻ പറയും, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, അതങ്ങനെയൊക്കെ ഉണ്ടാകും. ചിലർ പറയുകയാണ്, അച്ഛാ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യും. കുമ്പസാരിച്ച് കഴിയുമ്പോൾ പിന്നെ പാപം ചെയ്യാതിരിക്കുന്നിടത്തുള്ള ഒരു സ്വസ്ഥതയില്ല, പിന്നെ ഗതികെട്ട് പാപം ചെയ്തു പോവും, പാപത്തിൽ വീഴും, പിന്നെ ഒരു 2-3 ആഴ്ച നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെ വീഴും. അതേസമയം കുമ്പസാരിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ നിൽക്കും, കുമ്പസാരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വീഴും. നമ്മളൊരു ചെറുപ്പക്കാരൻ എന്നോട് സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമാണിത്. ഇത് ഒരാൾ മാത്രമല്ല, 1-ലധികം പേര് ചിലപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രലോഭനം ഇത്ര ഏറി വരികയാണ്. അപ്പോൾ എങ്ങനെ വീഴാതിരിക്കുക? പ്രലോഭനങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുക, അച്ഛാ എന്നാ ചെയ്യാൻ പറ്റുന്നേ? പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതൊരു സങ്കടമാണ്. അപ്പം എന്തുകൊണ്ടാണ് ആത്മീയ ശുശ്രൂഷകളിൽ ഇത്രയും പങ്കുചേർന്നിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പിന്നെ പ്രലോഭനം ഉണ്ടാകുന്നത്? അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വൈദിക സമർപ്പിത ധ്യാനം ഒരു ധ്യാന കേന്ദ്രത്തിൽ കൂടി നല്ല തീക്ഷ്ണതയിൽ ജ്വലിച്ചു വരുന്ന വഴി മുഴുവനും ഞങ്ങൾ 2-3 അച്ഛന്മാർ ചേർന്ന് ട്രെയിനിലിരുന്നും അതിനുശേഷം ബസ്സിൽ യാത്ര ചെയ്തപ്പോഴെല്ലാം
ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച വരുന്നു. അന്ന് ഞാനായിരിക്കുന്ന ഇടവക ദേവാലയത്തിൽ വൈകിട്ടാണ് കുർബാന. അപ്പം നിങ്ങൾ ഓർക്കണം, 5 ദിവസം ധ്യാനം കഴിഞ്ഞ് മടക്കയാത്ര മുഴുവനും മണിക്കൂറുകളുണ്ട്. ആ മണിക്കൂറുകളിൽ അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് നല്ല സ്പിരിറ്റിൽ വരികയാണ്. അന്ന് അർപ്പിക്കുന്ന കുർബാന എന്നായിരിക്കും അല്ലേ? അന്ന് അത്ഭുതങ്ങളുടെ വിളയാട്ടമായിരിക്കും. അന്നൊരു പ്രത്യേക അഭിഷേകമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഡ്രൈ ആയി അർപ്പിച്ച ഒരു കുർബാനയുടെ ഓർമ്മ എനിക്ക് അന്നത്തെ കുർബാനയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥയായിരുന്നു ഇത്. എല്ലാം പോയി. എനിക്ക് വല്ലാത്ത നിരാശയായി. കാരണം എന്താണ്? ഇത്രയും ദിവസം വചനം കേട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ജ്വലിച്ചു നിന്ന് തിരികെ മറക്ക യാത്ര മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ടിപ്പോൾ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പല വിചാരത്തിൻ്റെ കൂടെ. അന്ന് ദേവാലയ നിർമ്മാണം നടക്കുന്ന ഒരു സമയമാണ് ആ സ്ഥലത്ത്. ഞാൻ ഓർക്കാണ്, ഒത്തിരി സങ്കടം തോന്നി മനസ്സിൽ. ദൈവമേ, എന്തൊരു പല വിചാരം, എന്തൊരു അസ്വസ്ഥത, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടെങ്കിൽ ഞാൻ പിന്നീട് കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. മത്തായി സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നോമ്പ് കാലത്തിൽ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഞായറാഴ്ച വായനയാണ്. അത് മറ്റൊന്നുമല്ല, ഈശോയ്ക്കുണ്ടായ പരീക്ഷണമാണ്. എപ്പോഴാണ് പരീക്ഷണം? 40 ദിനരാത്രങ്ങളിലെ കഠിനമായ തപശ്ചര്യയുടെ ദിനങ്ങൾ അവസാനിച്ച് ഈശോ ആ ഉപവാസത്തിന് ശേഷം, ഇത് പിതാവുമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധത്തിന് ശേഷം വരികയാണ്. ആത്മാവ് യേശുവിനെ നയിക്കുകയാണ്. എങ്ങോട്ട്? സാത്താൻ്റെ പരീക്ഷണത്തിന് വിധേയമാകാൻ വേണ്ടിയിട്ട്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ആത്മീയ കരുത്ത് പ്രാപിച്ചു വരുന്ന യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുകയാണ്. ദേ, നിനക്ക് വിശക്കുന്നില്ലേ? എന്ത് കരുതലുള്ള പോലെ തോന്നുമല്ലേ? പിശാച് അങ്ങനെ കേട്ടോ. പിശാചിൻ്റെ കരുതലിൻ്റെ പിന്നിലുള്ള തന്ത്രത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തോളം കാലം നമ്മൾ ഫെയിലിയറാ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പിശാച് വിട്ടുപോട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ ഓർത്ത് നോക്കിയേ. അതായത് ഈ പരീക്ഷണത്തെ അതിജീവിക്കാനായിട്ട് നമുക്ക് തോന്നിയല്ല. കാരണം ഇത് പരീക്ഷണമായിട്ട് തോന്നിയിട്ട് വേണ്ടേ? നിനക്ക് വിശക്കുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. വിശപ്പ് മാറ്റണ്ടേ? ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശപ്പാന്നേ. ഈ വിശപ്പ് തീർക്കാനുള്ള ഭക്ഷണം പിശാച് തന്നെ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക. നോക്കിയേ, അതികഠിനമായ വിശപ്പ് നിൽക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഇങ്ങനെ മുമ്പിൽ എന്ത് വേണമെന്ന് ചോദിച്ചിങ്ങനെ തുറന്നു വെച്ചിരിക്കുക. ആ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. വലിയ വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുക. പിശാച് അങ്ങനെ കേട്ടോ, അവൻ്റെ മുമ്പിൽ വിരുന്നൊരുക്കും. നോക്കണേ, ഈ നാളുകളിൽ ഒരുപാട് വിശപ്പുണ്ടാക്കുക ഒത്തിരി പേർക്ക്. ഒരുപാട് വിശപ്പ്. എന്തിനു വേണ്ടിയിട്ട്? ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പ്, അമിതമായ ആസക്തികളുടെ വിശപ്പ്. കണ്ണിൻ്റെ വിശപ്പടക്കാൻ, കാതിൻ്റെ വിശപ്പടക്കാൻ, ശരീരത്തിൻ്റെ വിശപ്പടക്കാൻ, ആസക്തികളുടെ ഒരു വലിയ വിശപ്പ് ഇങ്ങനെ ഉള്ളിൽ ഉയർന്നു വരുമ്പോൾ യുവാക്കളെന്നല്ല, പ്രായഭേദമന്യേ ഏത് വ്യക്തികളുടെ ഉള്ളിലേക്കും ഈ വല്ലാത്ത വിശപ്പിങ്ങനെ പിശാച് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ കാണുന്നത് കേൾക്കുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള അതിയായ ദാഹം. അപ്പോൾ പിശാച് ചോദിക്കും, ദേ നിന്റെ വിശപ്പ് മാറിയോ? മാറിയിട്ടില്ല. ദേ പിന്നെ നീ പിടിച്ച്, ഇത് പിന്നെ നീ എടുത്ത്, ഇത് പിന്നെ നീ ഭക്ഷിച്ച്, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയാസിലൂടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പിശാച് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് പോരാ, ഇനി നിനക്ക് വിശക്കുന്നില്ലേ? ഇത് എങ്ങോട്ട് വന്നേ? ഈ അശുദ്ധിയിൽ വ്യാപരിച്ച് നിനക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ട്, നിനക്ക് എന്തെല്ലാം അറിയണമെന്നുണ്ട്. തീരാത്ത വിശപ്പായിട്ട് മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുക. തീരുന്നുണ്ടോ? ഇല്ല. പ്രലോഭനങ്ങൾ ഇങ്ങനെ ഏറി വരിക. വീണ്ടും നമ്മൾ കണ്ടെത്തുന്നുണ്ട്, ദേവാലയത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നീ താഴേക്ക് ചാട്. എന്തൊരു വലിയ അത്ഭുത. വചനം ഉരുവിട്ടുകൊണ്ട് പിശാച് പറയാണ്, മാലാഖമാരെ നിന്നെ താങ്ങും. 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ഉണ്ട്. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, നിന്നെ താങ്ങാനായിട്ട് മാലാഖമാരുണ്ട്. വലിയ പേരായി, പ്രശസ്തിയായി. ഈ നാളുകളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ പ്രലോഭനം കേട്ടോ. എന്തിന്? പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഉള്ള അതിയായ ദാഹം ഉളവാക്കുക. നിനക്ക് പേര് വേണ്ടേ? നിനക്ക് പ്രശസ്തി വേണ്ടേ? അതിന് എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, എന്നാ കോപ്രായത്തരങ്ങൾ കാണിച്ചാലും കുഴപ്പമില്ല, ഈ വൃത്തികേട് ഏതറ്റം വരെ കാണിച്ചാലും കുഴപ്പമില്ല. നിനക്ക് എന്നാ കിട്ടുന്നേ? നിനക്ക് പേര് കിട്ടും, നിനക്ക് പ്രശസ്തി കിട്ടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് സാത്താൻ വിതയ്ക്കുന്ന വലിയ പേരിന്, പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹത്തിൻ്റെ ഒരരൂപിയുണ്ട്. തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. നമ്മളോട് സാത്താൻ ചോദിക്കുക, നീ താഴാനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്,
നീ ഉയരാനുള്ള കാര്യങ്ങളല്ലേ, നിനക്ക് ഉയർച്ച വേണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നിനക്കൊരു പേരും പെരുമയൊക്കെ വേണ്ടേ? നാലാൾ അറിയണ്ടേ നിന്നെക്കുറിച്ച്? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? പോരാ. അതുകൊണ്ട് എന്ത് വേണം? ഇതൊക്കെ കാട്ടിക്കൂട്ട്. ഈ നാളുകളിൽ പെൺകുട്ടികളെ ഒരു സമൂഹം കാണിച്ചു വെച്ചൊരു കാര്യം ഞാൻ ഓർക്കാണ്. ഒരു അമ്യൂസ്മെൻ്റ് പാർക്കിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ കൂട്ടത്തോടെ കൂകുക, ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ചിലർ പറഞ്ഞു, മിണ്ടായിരിക്കുക, അത് മോശമല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടല്ലേ. അപ്പോൾ അവർ പറയാണ്, അത് നല്ലതാണ്, എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കട്ടെ, അങ്ങനെ കാണിച്ച് നമുക്ക് ശ്രദ്ധ ആകർഷിക്കാം. നിങ്ങൾ നോക്കിക്കേ, എന്ത് കാണിച്ചും ശ്രദ്ധ ആകർഷിക്കുക. മോശമായത് കാണിച്ചാണെന്ന് വേണ്ടില്ല, ഏത് തരത്തിലും പ്രശസ്തി നേടുക. ധിക്കാരപരമായ മനോഭാവങ്ങൾ കാണിച്ച്, അനുസരണക്കേട് കാണിച്ച്, അസ്വസ്ഥത വിതച്ച്, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ പേരെടുക്കുക, പ്രശസ്തി എടുക്കുക. പ്രിയപ്പെട്ടവരെ, മൂല്യങ്ങൾ, ധാർമ്മികത മുഴുവൻ കൂപ്പുകുത്തിച്ചുകൊണ്ട് പ്രശസ്തി നേടുക എന്നുള്ള ഒരു ചിന്താഗതി അറിയാതെ മനസ്സുകളെ പിടിമുറക്കിയതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്ന വൃത്തികേടുകൾ. വേഷഭൂഷാദികൾ മുതൽ ഈ തലമുടി വെട്ടി നടക്കുന്നതിന് വരെ കാണിക്കുന്നതായ സകല കോപ്രായങ്ങൾ എന്തിൻ്റെ ഭാഗമാണ്? വേറൊന്നുമല്ല, അത് ഇങ്ങനെ പേരെടുക്കാനായിട്ടുള്ള തോന്നലുകളാണ്. അവരെ നോക്ക്, ഇവരെ നോക്ക്, അവർ ചെത്തിക്കൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ, ഇവർ മുറിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ കാണിച്ച് നീ പേരെടുക്ക്. ഈ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മക്കൾ ഇതിൻ്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. പിന്നെ എവിടെയൊക്കെ ആരൊക്കെ എന്ത് വൃത്തികേടുകൾ കാണിക്കുന്നോ, എങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നോ, അതിനെ ഇങ്ങനെ അനുകരിക്കാനായിട്ടുള്ള ഒരു ഭ്രമം, അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു ഭ്രമം. ഞാനാണ് അല്പം കൂടെ വരുന്നത്, എന്നെ കാണുക, നോക്ക്, ഇങ്ങനെ എങ്ങനെയൊക്കെയോ പേരെടുത്ത് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു വല്ലാത്ത പ്രലോഭനം. ഒരു തിരിച്ചറിവ് ഇക്കാര്യത്തെക്കുറിച്ച് കിട്ടാതെ മക്കൾ അടിമപ്പെട്ടു പോവുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമതൊന്ന്, സാത്താൻ ആരാധിക്കാനാ. ഈ കാലഘട്ടത്തിൽ സാത്താൻ ആരാധകർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അങ്ങനെ ഉണ്ട്. ഫ്രീമേസൺസ് ഉൾപ്പെടെ ഒരുപാട് സംഘങ്ങൾ ഇങ്ങനെ തന്നെ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായി തിരിച്ചറിവുള്ള യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ ഒളിഞ്ഞു തെളിഞ്ഞു വിളിക്കുന്ന സാത്താൻ ശക്തികളുടെ പ്രലോഭനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അടിമപ്പെടുത്തുമ്പോൾ നിലനിൽക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, സങ്കടത്തോടെ ഓർക്കുകയാണ്, ഒരുപാട് പേരിന്ന് ഇങ്ങനെ ഈ ലോകമോഹങ്ങളെ ആശ്ലേഷിച്ച് സാത്താനുമായിട്ടുള്ള സംഘങ്ങളിൽ, സാത്താനുമായിട്ടുള്ള കരാറുകളിൽ, ഉടമ്പടികളിൽ ഏർപ്പെട്ട് ലോകത്തിൻ്റെ അരൂപിയിൽ, തിന്മയുടെ സ്വാധീനങ്ങളിൽ, അന്ധകാര ബന്ധനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുക, രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ. ഓർക്കണേ, പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ ഉണ്ടാകത്തില്ലേ? അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18:7 ഈശോ പറഞ്ഞു വച്ചിരിക്കുക, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. എന്നിട്ട് പറയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനം ഉണ്ടാകും, അതിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില മുള്ളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനത്തിന്റെ 12-7 മുതൽ വചനഭാഗത്ത് പറയുന്നത് പോലെ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അത് മാറുന്നതിന് വേണ്ടി കർത്താവിനോട് ഞാൻ 3 തവണ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളവരെ ഓർത്തെ, അതായത് നിനക്ക് എൻ്റെ കൃപ മതി. മുള്ള് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ ഹോറബില് മോശ കണ്ട മുൾപ്പടർപ്പ് കിടക്ക്. എന്താണ് അത്? ഇങ്ങനെ കത്തുന്നുണ്ട്. ഇപ്പം വീഴും, എല്ലാം കത്തിച്ചാമ്പലായിട്ട് ഇപ്പം കെട്ടടങ്ങുമെന്ന് മോശ വിചാരിച്ചിരിക്കുമ്പോൾ ഇതിങ്ങനെ നിന്ന് കത്തുകല്ലേ. ഇതിങ്ങനെ നിന്ന് കത്തുകയെന്ന്, വീഴുന്നില്ല, ചാമ്പലാകുന്നില്ല. മുള്ള് ചാമ്പലാകാത്ത പ്രശ്നം. മുൾക്കൂട്ടങ്ങളല്ലേ നമുക്ക്, അല്ലേ? നമുക്ക് മുള്ളല്ലല്ലോ, മുൾക്കൂട്ടങ്ങളല്ലേ. ചാമ്പലാകുന്നില്ല. സ്നേഹമുള്ളവരെ, പാപത്തിൻ്റെ ചില മുള്ളുകൾ ചാമ്പലാകുന്നില്ല കേട്ടോ. അതിങ്ങനെ എപ്പോഴും ഉയർന്നു നിൽക്കുക. അത് മനുഷ്യനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട്, അസഹ്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. പിന്നെ എന്താ ചെയ്യുക? എന്നാച്ചാ വഴി ഇത്രേ ഉള്ളൂ. മോശ കണ്ടത് തന്നെ. ഏത്? ജ്വലനം, ദൈവസാന്നിധ്യത്തിൻ്റെ കൃപയുടെ ജ്വലനം. റോമാലേഖനത്തിൻ്റെ 8:10, നിങ്ങളുടെ ശരീരം പാപം മൂലം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ, പാപത്തിൽ മൃതമായ അവസ്ഥയാണ് നിൻ്റെതെങ്കിലും നിന്റെ ജീവിതത്തിൽ കൃപാവരത്തിൻ്റെ ജ്വലനം നിനക്ക് ജീവൻ തരും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളുടെ ജീവിതങ്ങളെ ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് സാത്താൻ ബന്ധിച്ചാലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനു മുകളിൽ കൃപാവരത്തിൻ്റെ ഒരു ജ്വലനം നിനക്ക് സംഭവിച്ചാൽ ആ പാപത്തിൻ്റെ ബന്ധനങ്ങളെ അതിജീവിക്കാൻ നിനക്ക് കരുത്തുണ്ടാകും.
അതാണ് വചനം പറയുന്നതിൻ്റെ ആഴം. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി എന്ത് ചെയ്യും പ്രലോഭനങ്ങൾ അതിജീവിക്കാനായിട്ട്? അതാണ് മത്തായി സുവിശേഷം 26:11 ഈശോ ഓർമ്മിപ്പിച്ചു വെക്കുക. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ ഹല്ലേലൂയാ. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ദൈവമകനും മകളും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താ വേണ്ടേ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസേക ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് ജാഗരൂകത പുലർത്തണം, ഉണർന്നിരിക്കണം. ഒരുക്കമുള്ള വൃത്തിനെ പോലെ ഉണർന്നിരിക്കണമെന്നൊക്കെ കർത്താവ് ഒരുപാട് തവണ ഓർമ്മിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊന്നുമല്ല, നീ ജാഗരൂകത പുലർത്തണം. ഏത് നിമിഷവും യജമാനൻ കടന്നു വരാമെങ്കിൽ അവനെ സ്വീകരിക്കാനിരിക്കുന്ന വൃത്തിനെ പോലെ നിൻ്റെ ജീവിതത്തിൽ ഒരുക്കമുള്ളതായിട്ട് മാറണം എന്ന് കർത്താവ് വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുക. ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, പ്രലോഭനം ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് മാറ്റപ്പെടുന്നില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് നമ്മൾ ആരുമല്ല. വിശുദ്ധാത്മാക്കൾക്ക് പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ കഠിന തപശ്ചര്യയിൽ ഇരുന്ന് പിതാവുമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശുക്രിസ്തുവിനുണ്ടായത് പരീക്ഷണമാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം മാറി നിൽക്കുമോ? യേശുക്രിസ്തുവിനേക്കാൾ വലിയവനാണോ നീ? യേശുക്രിസ്തുവിനേക്കാൾ വലിയവളാണോ നീ? എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പ്രലോഭനം സുനിശ്ചിതമാണ്. പിന്നെ എന്താ ചെയ്യുക? ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ജാഗരൂകത പുലർത്തണം. ഈ ലോകത്തിൻ്റെ വശ്യതകൾ എൻ്റെ ബുദ്ധി അന്ധകാരത്തിലാക്കിയിട്ട് എന്നെ പരീക്ഷിച്ച പാപത്തിൻ്റെ കുഴിയിൽ വീഴ്ത്തിക്കളയും. ജാഗരൂകത പുലർത്തണം ദൈവമക്കൾ. പൗലോസ് കുറുന്തോസ്യരുടെ ലേഖനത്തിന് 10:13 ഓർമ്മിപ്പിക്കുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. ആര് തരും? കർത്താവ് തരും. പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി കർത്താവ് നമുക്ക് തരും. എങ്ങനെ വാങ്ങണം? അതിനാണ് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈ നിമിഷങ്ങളിൽ എല്ലാവരും ചിന്തിച്ചോണം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ സാത്താൻ ഈ കാലത്ത് കടത്തിവിടുന്നുണ്ട്. അവൻ തന്ത്രശാലിയാണ്. ഉൽപ്പത്തി പുസ്തകം 3:1 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ച വന്യജീവികളിൽ ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിലൂടെ വായിക്കുക, അവൻ തന്ത്രശാലിയാണ്, ഗൂഢതന്ത്രങ്ങളുള്ളവനാണ്, കൗശലക്കാരനാണ്, ചതിയനാണ്, ശത്രുവാണ്. സാത്താനെ നമ്മൾ തിരിച്ചറിഞ്ഞോണം. പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അതിനെ അതിജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം എനിക്ക് വേണം. അത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുന്ന വലിയൊരു ദൈവിക ചൈതന്യമാണ്. ഈ നോമ്പാചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില കരുത്ത് സമ്പാദിക്കാനുള്ള നാളുകളാണെന്ന് കൂടെ മനസ്സിലാക്കണം. ചില തപശ്ശേരികൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ബലം തരുന്നതാണ്. കഠിന പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച ഒരുപാട് വിശുദ്ധാത്മാക്കൾ നമുക്കുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ്, അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്, ജോൺ ഓഫ് ദ ക്രോസ്, ഫ്രാൻസിസ് സേവ്യർ, അമ്മ തെരേസ്യ, കൊച്ചു തെരേസ്യ, അൽഫോൻസാമ. നോക്കണേ, സമ്പന്നമായ ഒരു വിജയസഭയുടെ അതിശക്തമായ ഒരു മധ്യസ്ഥ സാന്നിധ്യ ശക്തി നമുക്ക് പിന്നിലുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഈ വിശുദ്ധാത്മാക്കൾക്കൊക്കെ പ്രലോഭനം ഉണ്ടായവരാണ്. പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ അതിനെ അതിജീവിച്ച് കരുത്ത് സമ്പാദിച്ച് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. എങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഈ നാളുകൾ തിരുസഭ മാതാവ് 50 നോമ്പാചരണമായിട്ട് നമുക്ക് നൽകിയിരിക്കുക. എൻ്റെ ജീവിതം ഒന്നുകൂടെ പച്ചപിടിച്ച് ശക്തിപ്പെടാനായിട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ ചില കുറവുകൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെ തിരുത്തി മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് ശക്തിയും നമുക്ക് ലഭിക്കേണ്ട നാളുകളാണ് ഇത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും ഹൃദയത്തിൽ നന്നായിട്ട് ആഗ്രഹിച്ചോണം, ദൈവമേ ഒരു കരുത്ത് തരണം. എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ഈ പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ ഒരു കോട്ട പോലെ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ മതിലെനിക്ക് മുമ്പിൽ ഉയർത്തണമേ. തകർന്നു പോകാത്ത ഒരു ശക്തിയായി ആത്മസാന്നിധ്യം എനിക്ക് കരുത്തും ബലവും പകരട്ടെ. എല്ലാ ദൈവമക്കളും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആരാധന നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ ദൈവമക്കളും കൈകളെ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുമ്പോഴാണ് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ പറ്റുക. അതുവഴിയാണ് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കർത്താവ് നമുക്ക് കരുത്ത് തരിക. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണല്ലോ ഈശോ ഓർമ്മിപ്പിച്ചത്. ഈ സമയം ഉണർവോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കും.
ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, നല്ല തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച്, കൈകൾ യാചന രൂപത്തിൽ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഒത്തിരി ദാഹിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ഒരു അഭിഷേകമായിട്ട് നിറയണമേ. എൻ്റെ ജീവിതങ്ങളിലേക്ക് വലിയ ദൈവിക കൃപയായി നിറയണമേ. പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എനിക്ക് കരുത്ത് കിട്ടട്ടെ. ലോകത്തിൻ്റെ വ്യാമോഹങ്ങളെ അതിജീവിക്കാൻ എനിക്ക് അഭിഷേകം കിട്ടട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ദൈവിക ജ്ഞാനമായി ഇപ്പോൾ ഒഴുകി വരണമേ. ദൈവിക അഭിഷേകമായി ഒഴുകി വരണമേ. പാവപുണ്യങ്ങളെ വേർതിരിച്ചറിയാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് കിട്ടട്ടെ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ വിവേചിച്ചറിയാനായിട്ടുള്ള ഒരു അഭിഷേകം എനിക്ക് കിട്ടട്ടെ. നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ദൈവിക പ്രകാശം ഇപ്പോൾ എല്ലാ മനസ്സുകളിലേക്കും വ്യാപരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ വശ്യതകളിലും വ്യാമോഹങ്ങളിലും വ്യാപരിക്കുമ്പോഴും അത് തിന്മയാണെന്ന് തിരിച്ചറിവില്ലാത്ത വിധത്തിൽ അതിൽ അടിമപ്പെട്ടു പോകുന്ന ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്കെല്ലാം കൃപ കിട്ടണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു തരത്തിൽ നിന്ന് മറ്റു തരത്തിൽ ബലഹീനതയുണ്ട്. ആ ബലഹീനതയെ മറികടക്കാനായിട്ട് ദൈവത്തിന് ആത്മാവ് ശക്തി തരും. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ജ്ഞാനമായി ആത്മാവിനെ തരണമേ. ആത്മാവേ, ജ്ഞാനമായി എന്നിലേക്ക് ഒഴുകി വരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. പരിശുദ്ധാത്മാവേ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. പ്രകാശം കിട്ടുന്നേ. പ്രാർത്ഥിച്ച്. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ഹൃദയത്തിൽ ഒത്തിരി ആനന്ദം നിറയുന്ന ഒരുപാട് പേർക്ക് ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കുന്ന ഒരു സമയമാണ്. നല്ല തീക്ഷ്ണതയോടുള്ള കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. ആത്മശക്തി നിറയാനുള്ള ദാഹത്തോടെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് എടുത്ത് പിടിച്ചു ഈശ്വരനാമത്തെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ലോകത്തിന്റെ വശ്യതകളെ അതിജീവിക്കാൻ ഒത്തിരി മക്കൾക്ക് ഇപ്പോൾ കൃപ കിട്ടട്ടെ. കർത്താവേ, കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. നിലനിൽപ്പിന്റെ വരയില്ല. ഒത്തിരി മക്കളിലേക്ക് ലോകത്തിന്റെ വ്യാമോഹങ്ങളെ അതിജീവിക്കുന്ന നിലനിൽപ്പിന്റെ വരം കിട്ടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.